ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുഭാഷ് സുകുമാർ ടീച്ചർ. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ കോഴ്സിൽ ചേർന്ന പുതിയ നമ്മുടെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ വളരെ വലിയ പ്രതീക്ഷകളിലാണ് ഈ നമ്മുടെ കോഴ്സിൽ വന്നിരിക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് ശരിക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളും അതുപോലെ അവരവരുടെ മേഖലകളിൽ വളരെയധികം കഴിവുകൾ തെളിയിച്ച് കൊണ്ട് നിൽക്കുന്നവരാണ് നമ്മളുടെ ഈ കോഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ വളരെ വലിയ സന്തോഷം. അതിനോടൊപ്പം അപ്പോൾ ആ വരുന്നതിൽ ബാക്കി മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോളണം എല്ലാവരും, കേട്ടോ. ശ്രദ്ധിച്ചോളണേ. അപ്പോൾ ഇവിടെ പ്രതീക്ഷിച്ച് നമ്മുടെ കോഴ്സിലേക്ക് പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന നിരവധി മേഖലകളിൽ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒത്തിരി പേര് ഇപ്പോൾ നല്ല ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒത്തിരി പേരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ പിന്നെ അവർ എന്നിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ കോഴ്സിൽ നിന്ന്, ഈ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന, എന്നിൽ നിന്നല്ല, നമ്മൾ പറയുന്ന ഈ തിയറിയിൽ നിന്ന് കുറച്ചും കൂടി അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടും എന്ന ലക്ഷ്യത്തോടെ വന്നവരുണ്ട്. അതുപോലെ തന്നെ തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റാതെ ബ്ലോക്കായിട്ട്, അല്ലെങ്കിൽ ഇനി അടുത്ത നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരുടെ പ്രൊഫഷണലി ഇപ്പോൾ ഒന്ന് ഓൺലൈൻ ക്ലാസ് കാര്യങ്ങൾ മാത്രമല്ല, ഏത് കാര്യമായാലും മുന്നോട്ട് അവർ വിചാരിച്ച അത്ര അങ്ങോട്ട് പോകാൻ പറ്റാതെ കുരുങ്ങി നിൽക്കുന്ന, മാനസിക സംഘർഷത്തിനകത്ത് നിൽക്കുന്ന ഒരു വിഭാഗം സുഹൃത്തുക്കൾ ഉണ്ട്. അല്ലാതെ ഒന്നും ചെയ്യാൻ, നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു മുന്നോട്ടൊരു ഒരു വാതിലില്ല, ഒരു വഴിയും ഇല്ല മുന്നോട്ട് പോകാൻ ആ അവസ്ഥയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ജീവിതം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ പല രീതിയിലുള്ള പഠനങ്ങൾ, നിരവധി അറിവുകൾ, നിത്യജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിരവധി അറിവുകളിൽ ഒന്ന് ഇതും കൂടി ആവാം, ഇതിലൂടെ കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാമല്ലോ എന്ന ആഗ്രഹത്താൽ വന്നിട്ടുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞത്, ഒന്ന് നല്ല രീതിയിൽ ഓൾറെഡി നല്ല രീതിയിൽ ക്ലാസ്സുകൾ അച്ചീവ് ചെയ്ത് പോകുന്നവരാണ്. രണ്ടാമത്തത് തുടങ്ങി പകുതി നിൽക്കുന്നവരാണ്. മൂന്നാമത്തത് എന്താണ് തുടങ്ങേണ്ടതെന്ന് അറിയാത്തവരാണ്. ഏറ്റവും അവസാനം പറഞ്ഞത്, ഈ ഒരു അറിവും കൂടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ല എങ്കിൽ ഈ ഒരു യാത്ര ഒന്ന് ആസ്വദിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി വന്നിരിക്കുന്നവരുമുണ്ട്. അപ്പം ഞാനിത് ഈ ഓരോ ആൾക്കാരും എന്നോട് പറയുമ്പോഴേ, എന്നെ വിളിച്ചിട്ട് എന്തായാലും ഈ വന്നിട്ടുള്ളവരെല്ലാവരും ഞാനോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഒന്ന് പറഞ്ഞു തരുമോ, വിശദീകരിച്ച് എന്തെങ്കിലും ഒരു പ്രോബ്ലംസുമായിട്ടൊക്കെ എന്നെ വിളിച്ച് പറയുന്ന സമയത്ത് എനിക്കത് പറയാനപ്പോൾ പറ്റും. പക്ഷേ ഒരു ചെറിയ വാക്കുകൾ കൊണ്ട് കുറച്ച് കാര്യങ്ങളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറയണത് എന്താണ്, വരൂ നമ്മുടെ കോഴ്സിലോട്ട് വരൂ. എന്നിട്ട് ഞാൻ പറയും, ബിസിനസ് പ്രതീക്ഷിച്ചല്ല പറയുന്നത്. പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ഒരുപാട് സമയം എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മളുടെ തിയറിക്ക് അകത്തുള്ളതാണെന്ന് ബോധ്യമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് നമ്മളെ ഈ കോഴ്സിലോട്ട് ക്ഷണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഞാൻ സംസാരിച്ച് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ കോഴ്സിലോട്ട് ക്ഷണിക്കില്ല. അപ്പോൾ എങ്കിലും ഞാനിത് പറയുകയാണ്,
പക്ഷെ നിങ്ങൾക്ക് തന്ന വാക്ക് എനിക്കത് പാലിക്കണമെങ്കിൽ, എനിക്കത് കറക്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ വരും ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുകയും ഡിസ്കഷൻ ഗ്രൂപ്പിൽ വരികയും അതിനോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള, മറ്റുള്ളവരടുത്ത് പറഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും എന്ന കാര്യങ്ങൾ മാത്രം പറയണ്ട. അത് പേഴ്സണലി എന്നോട് പറഞ്ഞാൽ മതി. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ഇങ്ങനെ ചെറിയ ബ്ലോക്കുകളുണ്ട്, എനിക്ക് ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ ഇത് ചെയ്തില്ല, അതെ ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്ന സമയത്ത് അത് പറയണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? അതിവിടെ ചെയ്യണം. അത് ചെയ്യാതെ തീർച്ചയായിട്ടും അത് ചെയ്യണം കേട്ടോ. ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ള ഒരു വിഷമം വരുന്ന പറഞ്ഞാൽ, ഇത് സുഭാഷ് സാറിൻ്റെ അടുത്ത് ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിന് മാറ്റം വരുമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ കോഴ്സിലോട്ട് കടന്നു വന്നത്. എന്നിട്ട് നമുക്കൊന്നും വന്നില്ല, ഇനി അദ്ദേഹം ഇനി ഒന്നും ചെയ്തില്ല എന്ന് ചിലപ്പോൾ അവിടെ നിന്നോട് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം നമുക്ക് ഇനി അടുത്ത നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലംസുകളൊക്കെ എപ്പോൾ ക്ലിയർ ചെയ്യും, എന്ന് പറഞ്ഞ് ഇരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപക്ഷെ അത് ഞാൻ പോലും അറിയത്തില്ല. കാരണം ചിലപ്പോൾ ശ്രദ്ധ നിൽക്കണമെന്നില്ല, എത്ര ആരെടുത്തൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞെന്ന് നിൽക്കണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 1, 2 ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിലുള്ളതെന്ന് പറയുന്നത് 5ന്റെ 2, 3 പേരുണ്ട്, 6ന്റെ ഉണ്ട്, 6 നല്ല വലിയൊരു ടീമുണ്ട്, 7, 8, 9, ഇപ്പോൾ 10ന്റെ ബാച്ചുകാരുടെ ഉണ്ട്. അപ്പോൾ ഇതിൽ പലരും ആദ്യത്തെ ബാച്ചുകാർക്കൊക്കെ ഏകദേശം വിഷയങ്ങളെക്കുറിച്ചൊക്കെ കണക്ട് ചെയ്യാൻ അറിയാം, മനസ്സിൻ്റെ തലങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. രണ്ടാമത്തെ ബാച്ചിന് അറിയാം, പിന്നെ ബാക്കിയുള്ളവർ പഠിച്ചു വരുന്നുണ്ട്. അതെല്ലാം ഉപരി ഒരുപാട് പേര് ഇപ്പോൾ വന്ന ബാച്ചിൽ നിന്ന് തന്നെ ഒരുപാട് പേര് നിരവധി ക്ലാസ്സുകളൊക്കെ എടുത്തു പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഞാൻ ഇതിലേതോ ഒരു ടീച്ചർ ചോദിച്ച് ഈ കോഴ്സിൽ വന്നിട്ട് പോയി ആ ടീച്ചർ വേറെ ക്ലാസ് ചെയ്യുകയാണ്. അപ്പോൾ വേറെ ഈ ക്ലാസ് ഇവിടെ നിന്നുള്ള കാര്യങ്ങളും കൂടി അവിടെ ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ഈ കോഴ്സിന്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി ആയിരിക്കണം. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇത് നമ്മളൊരു കുടുംബ വീടായിരുന്നു എന്നുള്ളൊരു മനോഭാവം മാത്രം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എവിടെ എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ, നമ്മൾ ഇന്നലെ വരെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കാന്നേ ഉള്ളൂ. അതിന് അവിടെ പറഞ്ഞത് ഇനി ഇവിടെ അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കോഴ്സിനകത്ത് കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി, കൂടുതൽ അറിവുകൾ നേടുന്നതിന് വേണ്ടി, കൂടുതൽ ആശയവൽക്കരിക്കുന്നതിന് വേണ്ടി ഈ ഇവിടെ നിന്ന് കിട്ടുന്ന ഉദാഹരണങ്ങളൊക്കെ തന്നെയാണ് അവിടെ ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പൈസ ചിലവാക്കുന്ന വെറും 2000 രൂപയാണ്. നമ്മൾ ചിലവാക്കുന്ന സമയത്തിന് അതിനേക്കാൾ വിലയുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ കൂടിയാണ് ഈ അറിവ്. മനസ്സിലല്ലേ? അപ്പൊ അത് നമുക്ക് സ്വന്തമായിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത്, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് വരുന്ന ഓരോരുത്തർക്കും വരുന്ന പകുതിയിൽ ബ്ലോക്കായി നിൽക്കുന്നവര് തീർച്ചയായും മുന്നോട്ട് വരണം, ചർച്ചകളിൽ പങ്കെടുക്കണം. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്ത് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് വരും. ക്ലാസ് കൂടി വരുന്നു, പ്രാക്ടീസിന് വരുമ്പോഴത്തേക്ക് ഭയങ്കര ലെവലിലേക്ക് മാറും. അപ്പോൾ ബ്ലോക്കായി നിൽക്കുന്നവരൊക്കെ അങ്ങ് ബ്ലോക്കായി ഒരുപാട് പേര് എന്നെ പേഴ്സണലി, നമ്മളതിൽ ചേർന്നവർ എന്നെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് വിഷയം സാറേ, ഇതാണ് വിഷയം സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഗ്രൂപ്പിൽ വരുന്നില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതാവുന്നില്ല എന്നൊക്കെ. കാരണം അവർക്ക് എന്തില്ല, ഒരു കാര്യം മനസ്സിലാവുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ പരാജയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും തോറും അതിന്റെ ഇരട്ടിക്ക് നമ്മളുടെ ഒരു എന്താണ് ഈഗോ. കാരണം നമ്മളെ മറ്റുള്ളവര്, അത് തന്നെയാണ് നമ്മുടെ പരാജയത്തിന്റെ വിഷയം. എന്ന് വെച്ചാൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്തായിരിക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പരിമിതപ്പെട്ടവരാണെന്നും കൂടി നമുക്ക് ബോധം ഉണ്ടാവണം. നമ്മൾ പൂർണ്ണനാണെന്ന ബോധം നമ്മളെ എവിടെ എത്തിക്കത്തില്ല. നമ്മൾ പൂർണ്ണതയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണമായ കാര്യത്തിൽ നമ്മൾ പൂർണ്ണതയുള്ളവനും പരിമിതമായ കാര്യങ്ങളിൽ നമ്മൾ പരിമിതിയുള്ളവനുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ, ചില ഉദാഹരണങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് പറയണം. ഓക്കെ, ഞാനിപ്പോൾ ഇത് എല്ലാവരും നമ്മൾ ഇപ്പോൾ വന്ന 10ാമത്തെ ബാച്ചുകാരത്തല്ല, എല്ലാവരും ആദ്യം വന്ന ബാച്ചുകാരും ഒരുപാട് പേരെടുത്തും ഞാനിത് പറയുന്നതാണ്. സാറേ മൈക്ക്, ബാബുരാജ് സാർ മൈക്ക് ഓഫ്
എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ തുടക്കം അത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന അവർക്ക് അവരുടെ മനസ്സിലുള്ള ഐഡിയാസുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള സർവേകൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാം. കുറച്ച് സർവേ ഉണ്ട്. മൈക്രോ നിഷ്, നമ്മുടെ നിഷ് എടുക്കുന്ന നിഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഉള്ളിലുള്ള കഴിവ്. ആ കഴിവ്, അതായത് നമ്മളുടെ ഉള്ളിലുള്ള പാഷൻ ഉണ്ട്. ആ പാഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അവരെയും എന്തെങ്കിലും ഓൺലൈനോ ഓഫ്ലൈനോ ക്ലാസ്സുകളും കാര്യങ്ങളും എടുക്കാനുള്ള ഒരു പരിപാടികൾ ചെയ്യാം. കണക്റ്റ് ആയെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരായിട്ടുണ്ട് എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഒരു 2 പേരെയോ 3 പേരെയോ ഒരു അരമണിക്കൂർ വീതം ഞാനൊരു 1-to-1 മീറ്റിംഗ് വെക്കാമെന്നും കൂടെ തീരുമാനിക്കുന്നുണ്ട്. കാരണം നമ്മൾ പേഴ്സണലി ആരുമായിട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ പോകരുതല്ലോ. വന്നിട്ട് അവരെ ഉദ്ദേശിച്ച ഇതിലേക്ക് വരുന്നത് എന്നെ പ്രതീക്ഷിച്ചാണ് വരുന്നത്. അപ്പോൾ ഗ്രൂപ്പിനകത്ത് വർക്ക് കിടക്കുന്നെങ്കിൽ അപ്പോൾ ഒരു ദിവസം ഒരു 1.5-2 മണിക്കൂർ മാറ്റിയാൽ ഒരു അരമണിക്കൂർ വെച്ച് ഒരു 1-to-1 മീറ്റിംഗ് നമ്മൾ 2 പേരും മാത്രമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും കൂടി ഇടാം. അപ്പോൾ ഒരു അരമണിക്കൂർ അത് ആ ലിസ്റ്റ് ഇടുമ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്ര ആ ഡേറ്റ് ഓരോരുത്തർക്കുള്ള ഡേറ്റുകൾ ബുക്ക് ചെയ്തിട്ടാൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ എന്തായാലും മാറ്റാൻ പറ്റണം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു 4 പേരെ നമുക്ക് ഇതിനകത്ത് ഒരു ദിവസം ഇങ്ങനെ കവർ ചെയ്ത് പോകും. അപ്പോൾ അത്തരം ഒരു മേഖലയും കൂടെ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നു. കാരണം നിങ്ങളുമായിട്ടൊരു ബന്ധം വരണം. അപ്പോൾ അതനുസരിച്ചുള്ള ഉദാഹരണങ്ങളും കാര്യങ്ങളും എനിക്ക് ഈ ക്ലാസ്സിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, കണക്റ്റ് ആയോ? ഞാൻ പറഞ്ഞ പുതിയ ബാച്ചുകാർക്കും കണക്റ്റ് ആയോ? ഓക്കെ. ഓക്കെ, നമ്മള് ഈ 9ാമത്തെ ബാച്ചിന്റെ 9ാമത്തെ ബാച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ തുടക്കം നമ്മുടെ യൂണിവേഴ്സിൽ നിന്ന് തുടങ്ങിയ ഒരു മേഖലയാണ് പറഞ്ഞ് നിർത്തിയത്. അതിനകത്ത് നമുക്ക് TA സൈക്കോളജി ഉണ്ട്. അതായത് നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആശയവിനിമയം പറയുന്നുണ്ട്. ഇപ്പൊ TA സൈക്കോളജി ഇതിനകത്ത് അറിയാവുന്ന TA സൈക്കോളജി അറിയാവുന്ന ഡിഗ്രി ഒക്കെ എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നമുക്ക് കുറച്ച് സപ്പോർട്ടാവും. ഉണ്ടോ? കൽപ്പന ഇല്ലായിരുന്നോ? ആ മേഡം ഒന്നും വന്നില്ലല്ലേ? സാറേ, നമ്മുടെ 6th ബാച്ചിൽ അന്ന് നമ്മുടെ ക്ലാസ്സിൽ ആരോ ഉണ്ടായതായിട്ട് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. 6th ബാച്ചിലായിരുന്ന സമയത്ത് ആരോ അന്ന് ഇതുപോലെ ചോദിച്ചപ്പോൾ സാറ് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. ആരാന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ.
സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണാം, അല്ല ഷെയർ ചെയ്ത് കാണാമോ? ഓക്കെ. നമ്മള് ഇവിടെ ഇതില് ഇതിന്റെ 1, 2 ആദ്യത്തെ ഒരു നമ്മുടെ കോഴ്സിന്റെ തന്നെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്കാണ് 10ാം ബാച്ചുകാർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ഏരിയയാണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ശരിക്ക് ഒരു മനുഷ്യന്റെ ബാക്കിയുള്ള മൈക്കൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കണേ. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വയ്ക്കോ. രൂപ ടീച്ചർ രൂപ ടീച്ചർ ഓക്കെ. ഓക്കെ, 9ാമത്തെ ബാച്ചുകാരാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള. നമ്മളിതിനകത്ത് ഞാനിപ്പോൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ വിഷയമാണ്, കഴിഞ്ഞ നമ്മളെ പോഡ്കാസ്റ്റ് പറഞ്ഞാണ്. അതിപ്പോൾ എന്തായാലും ലിംബിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. ഞാൻ ഓട്ടിച്ചൊന്ന് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ ഇതിപ്പോൾ നല്ല ഇതിൽ ചർച്ചാ വിഷയമായി കിടക്കുന്ന ഒരുപാട് കേട്ടത് കൊണ്ട് ഇതൊന്ന് മാറ്റി പിടിക്കാം അല്ലേ. ഇതാണ് നമ്മളിപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് ഇതിലൊക്കെ കേട്ടല്ലോ അല്ലേ, പോഡ്കാസ്റ്റിലൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ഒത്തിരി പേര് നേരിടുന്ന ഒരു വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷനിൽ വരുന്ന ഒരു ഏരിയയാണ്. ഡൗൺലോഡ് ആയിരുന്നല്ലോ ഇത്. ഒരു സെക്കൻഡ്, ഞാൻ ഡൗൺലോഡ് കിട്ടുന്നതാണ്. ഓക്കെ, പറയാം. അതായത് മനുഷ്യന്റെ നമ്മളിതിനകത്ത് ഏറ്റവും നമ്മുടെ കോഴ്സ് ആദ്യം നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് ആദ്യം നമ്മുടെ പ്രപഞ്ചത്തിൽ എപ്പോഴും തുടങ്ങുന്ന പ്രപഞ്ചത്തിൽ നിന്നാണ്. പ്രപഞ്ചത്തിൽ നിരവധി നക്ഷത്ര കൂട്ടങ്ങൾ, അതായത് ഗാലക്സികൾ. ഈ ഗാലക്സിയിലെ ഒരു ഗാലക്സിയായ സ്പൈറൽ ഗാലക്സി, അതായത് നക്ഷത്ര സമൂഹങ്ങളാണ്. ആ നക്ഷത്ര സമൂഹങ്ങളിൽ ഒന്നായ സ്പൈറൽ ഗാലക്സി, മിൽക്കി വേ. ആ മിൽക്കി വേക്കകത്ത് കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഒരു മിൽക്കി വേക്കകത്ത് ഒരു നക്ഷത്രമാണ് നമ്മളുടെ സൂര്യൻ. ഒരു നക്ഷത്രമാണ്. അപ്പൊ ആ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായിട്ടുള്ള
ഭൂമി, ആ ഭൂമിയിലെ 7 വൻകരകൾ, ആ 7 വൻകരകളിലായിട്ട് നിരവധി ജീവികൾ, അതിൽ ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ, ആ മനുഷ്യനിലെ മനസ്സ്, ആ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഊർജമായിട്ടുള്ള ചിന്ത, ആ ചിന്തകളുടെ കൂട്ടമായിട്ടുള്ള ആശയം. ഇത് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ബേസ് വരുന്നത്. മനസ്സിലായില്ലേ? അതായത് പ്രപഞ്ചത്തിൽ നിന്ന് ഗാലക്സികൾ, നക്ഷത്ര സമൂഹത്തിൽ നിന്ന് നോക്കിയുള്ള, അതായത് പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? വളരെ വലിയ ഊർജങ്ങളാണ് പ്രപഞ്ചത്തിലുള്ള. അത് നമ്മളെ പ്രപഞ്ചത്തിലുള്ളതാണ്. ഇത് ഇങ്ങനെ എന്നും നമ്മൾ ഇത് സൂചിപ്പിച്ചിട്ട് പോകുന്നത് പറഞ്ഞാൽ പിന്നെ നമുക്കിതിന്റെ ആഴം മനസ്സിലാവണം. നമ്മൾ ആ പ്രപഞ്ചത്തിനകത്താവണം, ഈ സ്പൈറൽ ഗാലക്സിക്ക് അകത്ത് നമ്മൾ ആവണം. അതിനാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിനകത്ത് നിരവധി നക്ഷത്ര സമൂഹങ്ങൾ. അപ്പോൾ അതിനെ ഗാലക്സി എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊച്ചുകുട്ടികൾക്ക് പഠിപ്പിക്കുന്നവർക്ക് പഠിപ്പിക്കേണ്ട. എങ്കിലും നമുക്ക് പ്രപഞ്ചം നമ്മളെ രക്ഷിക്കും എന്ന്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറയണം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പ്രപഞ്ചം എന്ന വെറും വാക്ക് കൊണ്ട് ആലങ്കാരികമായി മാറരുത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെതായ ഒരു റിസൾട്ട് കിട്ടത്തില്ല, നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. 2 രീതിയിലാണ്. ചിലർ പറയില്ലേ, അതായത് 2 രീതി എന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ അനുഭവിക്കും, ചിലത് നമ്മൾ പഠിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പഠിക്കും. അതായത് ശ്രദ്ധിക്കണേ, ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്ത ബാക്കിയൊക്കെ അങ്ങ് ചെറിയ നോളജ് മതി, ബാക്കിയൊക്കെ തലച്ചോറ് കണക്ട് ചെയ്തിട്ട് ന്യൂറോൺ ഇതായിട്ട് കണക്ട് ആയിക്കോളും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അനുഭവിക്കാൻ തയ്യാറാവണം. പഠിച്ച കാര്യങ്ങൾ, നമുക്കൊരു കാര്യം അറിവുണ്ട്, പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച കാര്യത്തെ എന്ത് ചെയ്യുക? അനുഭവിക്കണം. നമ്മൾ അനുഭവിക്കാൻ, ഫീൽ ചെയ്യാൻ പറ്റണം ആ പഠനം കൊണ്ട്. അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കണേ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ എത്ര അനുഭവിച്ചാലും അവൻ പഠിക്കൂലെന്ന് പറയും. മനസ്സിലായില്ലേ? എത്ര അനുഭവിച്ചാലും അവൻ പഠിക്കൂലെന്ന് പറയും. ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കും. അപ്പൊ ആ അനുഭവിക്കുന്ന എന്ത് ചെയ്യുക? കൃത്യമായിട്ടും പഠിക്കുക. നമ്മൾ പഠിക്കുന്നത് എന്ത് ചെയ്യുക? നമ്മൾ അനുഭവിക്കുക, ഫീൽ ചെയ്യുക. ഈ 2 കാര്യങ്ങളെ ശ്രദ്ധിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഭൂമി കറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതൊരു അറിവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാലും പുതിയ പേച്ചർക്കും പറഞ്ഞ ഈ ഒരു ഉദാഹരണം ഞാൻ വീണ്ടും പറയുന്നതാണ്. ഏത് കാര്യത്തിലും ഇത് വേണം. അങ്ങനെ ടാലി ആകാൻ പറ്റുന്ന, അങ്ങനെ ഈ അനുഭവവും പഠിക്കുന്ന കാര്യത്തെ ഫീൽ ചെയ്യാനും കൂടെ പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്സിൽ നമ്മൾ ഇതിൽ പറയുന്ന പോലെ ടാലി ആവുന്നത് പോലെ തന്നെയാണ് ഇതും. ഇങ്ങനെയാണ് നമുക്ക് പല കാര്യങ്ങളെയും നമുക്ക് നിർവചിച്ച് പറയാൻ പറ്റുന്നത്. ഇത് ശ്രദ്ധിച്ചോളണം. ഓക്കെ. അപ്പൊ നമ്മൾ ഭൂമി കറങ്ങുന്നു, സൂര്യനെ ചുറ്റും കറങ്ങുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് അറിവ് മാത്രമാണ്, നമ്മൾ പഠനമാണ്. നമ്മളത് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ കണ്ട് സൂര്യൻ അതിലേ പോകുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, അതിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഓക്കെ, നമ്മൾ നമ്മളത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഫീൽ ചെയ്യാൻ ഏതൊക്കെ മാർഗം സ്വീകരിക്കാമെന്ന് നമ്മളെ തലച്ചോറ് അന്വേഷിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അറിവുകൾ പലപ്പോഴും മറ്റാരുടെയോ ആസൂത്രണത്താൽ നമ്മുടെ തലച്ചോറിൽ രൂപപ്പെട്ടത് മാത്രമായിരിക്കും. മനസ്സിലല്ലേ?
നമ്മൾ പഠിക്കാനും നമുക്ക് അറിവിനും മറ്റാൾക്കാരാൽ അവരുടെ ഒരു ആസൂത്രണം വേണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് വേണം. എന്നാലും നമ്മൾ വെറും റെഡി ആയി പോവും. നമ്മുടെ തലച്ചോറിട്ട് വർക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെ ആസ്വദിക്കാൻ, ആ അറിവിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ എല്ലാവരോടും അത് സ്ഥാപിച്ചെടുക്കാനൊക്കെ ശ്രമിക്കും, എങ്കിലും നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതാണ് ഈ ഞാൻ പറഞ്ഞ നമുക്ക് അനുഭവിക്കാൻ, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് പറ്റണമെങ്കിൽ നമ്മൾ ഒരു വർഷം കൃത്യമായി നിരീക്ഷിക്കണമെങ്കിൽ അത് പറ്റും. അതുപോലെ ഒരു ഒരു ചന്ദ്രവട്ടം കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ കറങ്ങി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? ഞാനിത് കണക്റ്റ് ആവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഓക്കെ. അതായത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് കണക്റ്റ് ആവുന്നുണ്ടെന്നപ്പോഴത്തേക്ക് ഇത്തരം ലൈക്കുകളൊക്കെ തന്നാൽ കേട്ടോ ഞാൻ അങ്ങ് ചാർജ് ആവുമേ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും കേട്ടാ. അപ്പൊ ഞാനിത് പറയുന്നുള്ളത്, അപ്പൊ നമുക്കത് അനുഭവിക്കാൻ പറ്റണം. ആ അറിവിനെ നമുക്ക് അനുഭവിക്കാനുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോഴാണ് നമ്മളുടെ തലച്ചോറ് പല കാര്യങ്ങളുടെയും ലോജിക്, നമ്മൾ പറയുക ലോജിക്ക് അത് നമ്മുടെ ഇടത് ഭാഗം കൃത്യമായിട്ട് നമുക്കിടയിൽ അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും അല്ലാതെ നമ്മൾ ഒരാളടുത്ത് പറഞ്ഞു 10 പേരുടെ പറഞ്ഞു അവരത് ശരി വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 11 ആളുടെ അടുത്ത് പറയാനായിട്ട് പോകുമ്പോൾ അവിടെ അതിന്റെ ചേർച്ചയിൽ തെറ്റ് മനസ്സിലാക്കി. മാത്തമാറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് സംഖ്യകൾ മാത്രം കൂട്ടാനുള്ളതല്ല, വിഷയങ്ങൾ പോലും ചേരാതിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ്, അതായത് 4 ഉം 3 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അത് ചേരില്ല, ബ്രെയിൻ ചേരില്ല, നമുക്കറിയാതെ പെട്ടെന്നത് നിഷേധിക്കപ്പെടും. അങ്ങനെ എല്ലാത്തിനെയും ചേർത്ത് മറ്റൊന്നും ആക്കാനായിട്ടുള്ളൊരു ഇത് പറ്റത്തില്ല, അത് എതിർക്കപ്പെടുമോ പെട്ടെന്ന്. അതേപോലെ ചേരാത്ത 2 സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, അത് ചേരില്ല എന്നൊരു തോന്നല് വരും. പുതിയ പുതിയ കാര്യങ്ങൾ കണക്ക് കൂട്ടിക്കും. അത് കണക്കെന്ന് പറയുന്നത് സംഖ്യകൾ എന്ന് പറയുന്ന കാര്യങ്ങളല്ല, സംഭവങ്ങൾക്ക് വരെ നമ്പറുകൾ അല്ലെങ്കിൽ അളവുകളുണ്ട്. 2 പേർ തമ്മിൽ സംസാരിക്കുന്ന ഫൈറ്റിൽ പോലും അളവുകളുണ്ട്. അപ്പൊ ഈ അളവുകൾ ഇതെല്ലാം നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ തിങ്കിങ് ആണ്. അപ്പൊ നമ്മളത് 2 ഏരിയയും അനുഭവിക്കുകയും പഠിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാനിത് പല സ്ഥലത്തും ഞാനിത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ ഈ നമ്മുടെ പഴയ ബാച്ചുകാർക്ക് അറിയാം, എന്നാലും ഞാനിപ്പോൾ പുതിയ ബാച്ചുകാരും കൂടി ചിന്തിക്കുന്നതിന് വേണ്ടി പറയാണ്. ഞാൻ പ്രപഞ്ചത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് വീണ്ടും. അതോടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പോവാം. അതായത് സൂര്യനിലേക്ക് നമ്മളുടെ ദൂരം, നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞൊരു കാര്യമാണ്, നമ്മളുടെ ദൂരം പ്രകാശവർഷം 8 മിനിറ്റ് ഇവിടെ എത്തുന്നതാണ്. അതിന്റെ പ്രകാശ വർഷം പറയുന്നത് 8 മിനിറ്റേ വരും. എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുന്ന കാര്യമ്പോൾ സൂര്യൻ എത്രമാത്രം ദൂരമാണ്, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് സൂര്യൻ നിൽക്കുന്നതെന്ന് അല്ലേ നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? നമുക്ക് ആലോചിക്കാനേ പറ്റൂല. സൂര്യൻ ചൂടില്ലെന്ന് വെച്ചോ, ആ ദൂരം ഇപ്പൊ 8 മിനിറ്റ് പ്രകാശ വർഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ ആ കണക്കൊക്കെ വിട്ടോ. ആ ദൂരം എല്ലാവരും നമ്മുടെ പുതിയ സുഹൃത്തുക്കളടക്കം ഒന്ന് ആലോചിക്കുകയാണ്, സൂര്യൻ നിൽക്കുന്ന ദൂരം എത്രയായിരിക്കും. അവിടെ നമുക്ക് അത്രയും ദൂരം നമ്മളെ ജീവിതത്തിൽ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടോ? ഞാനിത് അവിടെയാണ് നമ്മളെ അറിയാവുന്നത്. ഞാൻ പല സയന്റിഫിക്കലി ഈ ക്ലാസ്സുകൾ എടുക്കുന്ന പല ആൾക്കാരോട്ടും സംസാരിക്കുമ്പോഴത്തേക്ക് അവരിത് ഈ ലോജിക്കലി ചിന്തിച്ചിട്ടില്ല, അവർ ഫീൽ ചെയ്തിട്ടില്ല, അറിവ് കൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ ഈ നാളെ നേരം വെളുത്ത് അല്ലെങ്കിൽ നാളെ സൂര്യനിലേക്ക് നോക്കിയിട്ട് വിരൽ ചൂണ്ടിയിട്ട് ഓ ഇത് ഇത്ര ദൂരെയാണ് എന്ന് പറയും, ഭയങ്കര ദൂരമാണ്, നമുക്ക് ചിന്തിക്കാനേ പറ്റൂല നമ്മൾ പറയും, നമ്മൾ ആലോചിച്ചാൽ കിട്ടൂല ആ സൂര്യൻ നിൽക്കുന്ന എന്തുമാത്രം ദൂരമാണെന്ന് അറിയാമോ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ്, ഇന്ന് സൂര്യൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ എന്റെ കൈ കിട്ടി എന്തെങ്കിലും 2 പേഴ്സ് ചെയ്തു, ഇന്ന് സൂര്യൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ, ഭൂമി ഇവിടെ നിൽക്കുന്നെങ്കിൽ
ഈ സൂര്യനെ നോക്കിയിട്ടാണ് പറയണത്. കാണാമോ, ഇത് കാണാമോ? എൻ്റെ കയ്യിലിരിക്കുന്ന ടൂൾസ് ഞാൻ വെളിയിൽ നിന്ന് ഇറക്കിയതാണിത്, ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം കേട്ടാ. അപ്പൊ ഈ സൂര്യൻ ഭൂമിയുടെ പേഴ്സ് ഇതിലേക്ക് എത്താൻ എടുക്കുന്ന ദൂരം ഭയങ്കര ദൂരം നമ്മൾ വിചാരിക്കും. എന്നാൽ മനസ്സിലാക്കാനുള്ള 6 മാസം ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അതേ ദൂരത്തിൽ അപ്പുറത്ത് നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നതിന്റെ അതിന്റെ ഇരട്ടി അപ്പുറത്ത് പോയിട്ട് 6 മാസം അവിടെ നിൽക്കുകയാണ്. അടുത്ത 6 മാസം ഇങ്ങ് ഇവിടെ അപ്പുറത്ത് വരെയാണ്. ഇതാണ് നമ്മൾ 1 വർഷം എന്ന് പറയണം. അപ്പൊ ഈ തോട്ടൊക്കെ നമുക്ക് എങ്ങനെയാ ഉണ്ടാവുന്നത്? ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുമ്പോഴാണ് തോട്ടുണ്ടാവുന്നത്. ഇതിൽ ഇനിയും ശാസ്ത്ര ലോകത്തിനടക്കം നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തോട്ടുകൾ, അറിവുകൾ ഇനിയും ഇതിൽ നിന്ന് ജനിച്ചുകൊണ്ടേയിരിക്കും. അത്രമാത്രം സൂക്ഷ്മതയിൽ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്, നമ്മൾ അറിയുന്ന കാര്യങ്ങളെ അനുഭവിക്കാനും ഫീൽ ചെയ്യാനും, നമ്മൾ അനുഭവിച്ച കാര്യത്തെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളെ എന്ത് ചെയ്യാം, അറിവാക്കാനുമുള്ള ഒരു ശ്രമം. അതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ പഴയ കാലത്ത് കെട്ടിക്കിടക്കുന്ന വേദനകളാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് മൊത്തവും അനുഭവങ്ങളാണ്. അത് എത്ര പേര് അറിവാക്കിയിട്ടുണ്ട്? അങ്ങനെയെങ്കിൽ നാളെ മുതൽ എന്ത് ചെയ്യാം, പഴയ അനുഭവ അറിവുകളെ ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകുകയല്ല വേണ്ടത്. ഇവിടെ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നാളെ നിങ്ങളത് ചെയ്തോ. ഇത് ഹോംവർക്കൊന്നും ഇല്ല ഇതിനകത്ത്, മനസ്സിലായില്ലേ? ഇത് പറയുമ്പോഴത്തേക്ക് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യാം, ഇതിനാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ തന്നെ മതി അടുത്ത കാലത്തെ അല്ലെങ്കിൽ ഇനി വരുന്ന കാലത്തെ നമ്മുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെന്നേ. നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം പുറത്തുനിന്ന് എടുത്താൽ മതി. അപ്പൊ തീർച്ചയായിട്ടും അറിഞ്ഞ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, അത് ആസ്വദിക്കാൻ ശ്രമിക്കുക, അനുഭവിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക. കണക്റ്റ് ആയോ? ഓക്കെ, വളരെ 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 പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇത് വെറും സിമ്പിൾ ആണെന്ന് വിചാരിച്ച് കളയരുത്. കാരണം നിങ്ങൾക്ക് ആകെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പിടി ഒരു മൂല്യം നിങ്ങളെ കഴിഞ്ഞ കാല അനുഭവങ്ങളിലുള്ള സ്വത്തുക്കൾ മാത്രമാണ്. അതിനെ കംപ്ലീറ്റ് നിങ്ങൾ വേദനകളുടെയും കഷ്ടതകളുടെയും നഷ്ടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഇടയിലൂടെ നിറച്ചു വെച്ച് പ്രശ്നങ്ങളുടെയും ഭാഗമാണെന്ന് കരുതി സത്യത്തിൽ അതെടുക്കാതെ പോയാൽ നമ്മളുടെ നിധി കൂമ്പാരങ്ങൾ ചിതല് പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ചിതലിനെ ഭയപ്പെട്ട് നമ്മളെ അനുഭവമാവുന്ന നിധി കുംഭങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള എല്ലാതരം വൈഡൂര്യങ്ങളും എല്ലാതരം സ്വത്തുക്കളും നിങ്ങളുടെ അനുഭവങ്ങളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്രമാത്രം അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടോ ആ അനുഭവങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും ആലോചിച്ച്, അയ്യോ പഴയ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ജീവിതം അങ്ങ് തളർന്നു പോയിരിക്കുകയാണ്, അത് ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷയമാണ്, ഞാൻ ഏത് പ്രവർത്തനം തുടങ്ങിയാലും പ്രശ്നമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഇതിനെ വിഷമിക്കാതെ തീർച്ചയായും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ചിതലുകളെ തട്ടിമാറ്റി അതിനകത്തുള്ള ആ സത്തിനെ നിങ്ങളുടെ നിത്യജീവിതം മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇപ്പോൾ നിങ്ങൾ എന്ത് പ്ലാനാണോ ചെയ്തേക്കുന്നത് അതിന് ശക്തി ഉണ്ടാവുന്നത് തന്നെയാണ്. അതുകൊണ്ട്
മുന്നോട്ട് കുതിക്കണമെങ്കിൽ, മുന്നോട്ട് പായണമെങ്കിൽ പിറകിലേക്ക് വലിയാത്ത ഒന്നും തന്നെ മുന്നോട്ട് പോകില്ല. പിറകിലേക്ക് ആയാത്ത ഒന്നും മുന്നിലേക്ക് നീങ്ങില്ല. നമ്മള് ഒരു വണ്ടി നമ്മൾ പെട്ടെന്ന് വണ്ടി നിർത്തിയിരിക്കുന്ന വണ്ടി പെട്ടെന്ന് മുന്നോട്ട് എടുത്താൽ എന്താ ചെയ്യുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതിലിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? പിറകിലോട്ട് പെട്ടെന്ന് ഒരു മലന്നു പോകും. പെട്ടെന്ന് മുന്നിലോട്ടായുമ്പോൾ, കാരണം പിറകിലേക്കൊരു വലുവുണ്ടാവും. അത് അമ്പുമില്ലായിക്കോട്ടെ, തോക്കായിക്കോട്ടെ, നമ്മൾ കല്ലെടുത്തെറിയുന്ന ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പിറകിലേക്ക് വലിഞ്ഞു മാത്രമേ മുന്നോട്ട്, അല്ലെങ്കിൽ പിറകിലേക്ക് ആഞ്ഞു മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പറ്റൂ.